നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എങ്ങോട്ടേക്കാണ് എറിക് ടെൻ ഹാഗ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ നയിക്കുന്നത്? ഈ സീസൺ ആകെ ദുരന്തമായിട്ട് മാറുകയാണ്. 2024 പിറന്നപ്പോൾ കാര്യങ്ങൾ മാറി മറിഞ്ഞു. അവർ അപരാജിത കുതിപ്പ് നടത്തുന്നു എന്നൊക്കെ കരുതിയതാ. എന്നാൽ ഇപ്പോഴിതാ സിറ്റിയിൽ നിന്നും തോൽവി, തൊട്ടു മുമ്പത്തെ പ്രീമിയർ ലീഗ് മത്സരത്തിൽ ഫുൾഹാമിനോട് തോൽവി, വീണ്ടും പഴയപടിയായിരിക്കുന്നു എന്ന് മാത്രമല്ല 9 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് ഹാഫ് ടൈം സമയത്ത് ലീഡ് എടുത്തിട്ടും ടീം തോറ്റിരിക്കുന്നു. -2 ആണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഗോൾ ഡിഫറൻസ്. എങ്ങോട്ടേക്കാണ് ഈ ടീമിന്റെ പോക്ക്? ടെൻ ഹാഗ് എന്താണ് ഉദ്ദേശിക്കുന്നത്? നോക്കാം. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഹാവ് ലോസ്റ്റ് their first Premier League game from a winning position at half time in over 9 years. 9 കൊല്ലക്കാലത്തിനിടക്ക് ആദ്യമായിട്ട് ഹാഫ് ടൈം സമയത്ത് വിന്നിംഗ് പൊസിഷനിൽ നിന്നിട്ട് ടീം ആദ്യമായിട്ട് തോൽക്കുന്നു. ഇതിനിടക്ക് 143 മത്സരങ്ങൾ ഹാഫ് ടൈം സമയത്ത് ലീഡ് ചെയ്ത് പോയിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തോൽക്കാതിരുന്നിട്ടുണ്ട്. ഇപ്പോൾ അതും അവസാനിച്ചിരിക്കുന്നു. -2 ഗോൾ ഡിഫറൻസ്. ഈ സീസണിൽ ഇപ്പോൾ 11 തോൽവികളായി. ടോപ്പ് 4-ൽ നിന്ന് 11 പോയിന്റുകൾ പുറകിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. -2 ഗോൾ ഡിഫറൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പ്രതാപകാലം മനസ്സിലുള്ളവർക്ക് ഇത് വലിയ നിരാശ തന്നെ ഉണ്ടാക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. 6ാം സ്ഥാനത്താണ് ഇപ്പോൾ പ്രീമിയർ ലീഗ് ടേബിളിൽ. 27 കളികളിൽ നിന്ന് 44 പോയിന്റ് എന്ന് പറയുമ്പോൾ 14 വിജയങ്ങൾ, 2 സമനിലകൾ, 11 തോൽവികൾ യുണൈറ്റഡ് ഏറ്റുവാങ്ങി. 37 ഗോളുകൾ അടിച്ച് 39 തിരികെ വാങ്ങി. -2 ഗോൾ ഡിഫറൻസ്. ഇപ്പം ഈ ടോപ്പ് 6-ൽ നിൽക്കുന്ന ഒറ്റ ടീമിനും ഇങ്ങനെ ഗോൾ ഡിഫറൻസ് ഇല്ല എന്ന കാര്യം ശ്രദ്ധിക്കുക. അത് യുണൈറ്റഡിന് മാത്രമേ ഉള്ളൂ. തൊട്ടുമുകളിൽ ടോട്ടനാമിന് +16 ആണ്, ആസ്റ്റൺ വില്ലയ്ക്ക് +22 ആണ്, ആഴ്സണലിന് +39 ആണ്, സിറ്റിക്ക് +35 ആണ്, ലിവർപൂളിന് +39 ആണ്. അവിടെ നിൽക്കുമ്പോൾ അവിടെയാണ് ഈ രൂപത്തിൽ യുണൈറ്റഡ് തലതാഴ്ത്തി നിൽക്കുന്നത് എന്ന കാര്യം കൂടി ഓർക്കുക. പരിതാപകരമെന്നേ പറയാനുള്ളൂ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വരാം.